UDF ഗവൺമെൻറ് ഭരണത്തിലെത്തി മന്ത്രിസഭ രൂപീകരിച്ചിട്ട് ഒരു മാസം തികയുന്നത് ജൂൺ 18-ാം തീയതിയായിരുന്നു. ഇപ്പോഴിതാ ജൂൺ 19-ാം തീയതി തന്നെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. ജനുവരി 29-ന് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ബാലഗോപാൽ ഒരു ബജറ്റ് അവതരിപ്പിച്ചിരുന്നു, ഇൻറ്റേരിം ബജറ്റ് എന്ന പേരിൽ. അതിൽ നിന്നും എടുക്കേണ്ട പാഠങ്ങൾ ഉൾക്കൊണ്ട്, കണക്കുകൾ ഉൾക്കൊണ്ടാകാം ഈ പുതിയ ബജറ്റിന് രൂപം നൽകിയിരിക്കുന്നത്. എന്തായാലും കടുത്ത ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ജനോപകാരപ്രദമായ, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന, ക്ഷേമോന്മുഖമായ ഒരു ബജറ്റ് കൊണ്ടുവരാൻ ശ്രീ VD സതീശൻ, മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കൂടിയായ ശ്രീ VD സതീശൻ ശ്രമിച്ചിരിക്കുന്നത്. ആ ശ്രമം ഈ ബജറ്റിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ സംസ്ഥാനത്തിൻ്റെ പ്രതീക്ഷിത വരുമാനത്തിൽ 20,500 കോടി രൂപയുടെ കുറവ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമുക്ക് 15-ാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച് തന്നിരുന്നത് പോലെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ലഭ്യമല്ല. അതുകൊണ്ടാണ് 20,500 കോടി രൂപയുടെ കുറവ് ശ്രീ ബാലഗോപാലിൻ്റെ ബജറ്റിൽ ഉണ്ടായിരുന്നത്. അതേ കുറവ് തന്നെ ഈ ബജറ്റിലും ആവർത്തിക്കുന്നു. ഇവിടെ അത് ആവർത്തിക്കുക മാത്രമല്ല, സർക്കാരിന് മേല് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും കൂടി കൂട്ടിച്ചേർക്കപ്പെട്ട ബാധ്യത അതുകൂടി വരുമ്പോൾ 87,012 കോടിയുടെ ബാധ്യത നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും ചേർക്കേണ്ടതുണ്ട്. ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണവും ലീവ് സറണ്ടർ ബാധ്യതകളും ഒക്കെ ചേർക്കുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ 87,012 കോടിയിലും മുകളിലാകും ആകെ ബാധ്യത. പക്ഷേ എന്നിരിക്കലും ജനങ്ങളുടെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കരുത്, പുതിയതായി ഭാരം അടിച്ചേൽപ്പിക്കരുത് എന്ന് കരുതിയാണ് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഇവിടുത്തെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കൊയ്തെടുക്കണം എന്ന മോഹത്തോടുകൂടി, അത് കൊയ്തെടുക്കാൻ കഴിയണമെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചെഴുതണം. അത് ഇവിടെ നിന്നുള്ള പുറത്തേക്കുള്ള കുട്ടികളുടെ, അതായത് 64 രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ബ്രെയിൻ ഡ്രെയിൻ തടയണം. ആ ബ്രെയിൻ ഇവിടെ തന്നെ, അതാണല്ലോ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്, ആ ബ്രെയിൻ ഇവിടെ തന്നെ പ്രയോജനപ്പെടുത്താൻ പറ്റണം. അതിന് സഹായകരമായ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത്, ടെക്നോളജി രംഗത്ത്, മെഡിക്കൽ രംഗത്ത് എല്ലായിടത്തും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, അതായത് മുൻപോട്ടുള്ള ചുവടുവയ്പ്പുകൾ വെച്ചുകൊണ്ട് മുന്നേറാനാണ് ബജറ്റ് ഉദ്ദേശിക്കുന്നത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അതിനുവേണ്ടിയാണല്ലോ യുവജനങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് ഫ്രീ വായ്പയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ക്യാമ്പസുകളോട് അനുബന്ധമായി തന്നെ ഒരു സംരംഭക എക്കോസിസ്റ്റം സൃഷ്ടിക്കുവാനുള്ള താല്പര്യം ഈ ബജറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഈ പറയപ്പെട്ട ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് പ്രയോജനപ്പെടുത്താൻ കഴിയുക. ഇനി നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതുപോലെ തന്നെയാണ് സിൽവർ ഡിവിഡൻഡ്. അതായത് 60 കഴിഞ്ഞ പോപ്പുലേഷൻ ഏകദേശം 20% ഉള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അവരുടെ കായികക്ഷമത മെച്ചപ്പെടുത്തി പ്രായമാകുന്നു എന്ന ചിന്ത അവരിൽ നിന്ന് ഒഴിവാക്കി അവരെയും പ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ്റെ ഭാഗമാക്കി മാറ്റുക. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യപരമായ മെച്ചപ്പെടലിന് സഹായകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, അതിനുവേണ്ടിയുള്ള ഹെൽത്ത് സെക്ടറിൽ തന്നെ അതിനുവേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ തരത്തിൽ സിൽവർ ഡിവിഡൻഡ്, ഈ 60 കഴിഞ്ഞ ജനങ്ങളുടെ ജീവിതക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ട് സിൽവർ ഡിവിഡൻഡ് ഉറപ്പാക്കുക. അതിനുള്ള പദ്ധതികൾ ഒരു വയോജന വകുപ്പ് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ വയോജന വകുപ്പിലൂടെ പ്രവർത്തനം വഴിയായിട്ട് സിൽവർ ഡിവിഡൻഡ്, അപ്പോൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് വെച്ചാൽ യങ് പോപ്പുലേഷൻ്റെ ഉൽപാദനക്ഷമതയും അവരുടെ സംഭാവനകളും എടുക്കുക. അതോടൊപ്പം തന്നെ 60+ പോപ്പുലേഷൻ്റെയും ഉൽപാദനക്ഷമത നിലനിർത്തിക്കൊണ്ട് അവർ ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷൻ ആകാതെ
അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കി നിലനിർത്തിക്കൊണ്ട് അതും ഈ കൂട്ടത്തിൽ ചേർക്കുക. അങ്ങനെ ഒരു ചിന്തയോടുകൂടി അതിനെ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തതിൽ സിൽവർ ഡിവിഡൻറ്റും ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആരോഗ്യ കേരളം, ഒരു അത്ഭുത കേരളം സൃഷ്ടിച്ചെടുക്കുക. അതാണ് ശ്രീ വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഈ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു വിസ്മയ സ്വപ്നമായിരുന്നു ലോക മാരിടൈം ഭൂപടത്തിൽ മിഷൻ സമുദ്ര, കേരളത്തിൻ്റെ ഒരു മിഷൻ സമുദ്ര, അതായത് 590 കിലോമീറ്റർ സമുദ്രതീരമുള്ള കേരളം. ഈ സമുദ്രതീരം മാത്രമല്ല, നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്ന നിരവധി മത്സ്യം പോലെ മറ്റ് നിരവധി റിസോഴ്സസ് ലഭ്യമായ തീരമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ തീരത്തെ റിസോഴ്സസ്, ഉദാഹരണത്തിന് മിനറൽ കോറിഡോർ, ഈ പ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ് തന്നെ കൊണ്ടുവന്ന മിനറൽ കോറിഡോർ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കേരളത്തിലാണുള്ളത്. അപ്പോൾ നമ്മുടെ മിനറൽസ്, അതായത് റെയർ എർത്ത്സ്, അവ തോറിയം പോലെയുള്ളവ, അവ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് യുവജനങ്ങളെ തൊഴിലിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിലുള്ള എന്തൊക്കെ സംരംഭങ്ങളാണ് സാധ്യമാവുക. അങ്ങനെ അതായത് കേരളത്തിൻ്റെ മുഴുവൻ തീരപ്രദേശവും പ്രയോജനപ്പെടുത്തുന്ന ഒരു മിഷൻ സമുദ്ര അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ആ മിഷൻ സമുദ്രയിൽ ഈ മിനറൽസ് പ്രയോജനപ്പെടുത്തുന്നത്, മത്സ്യസമ്പത്ത് പ്രയോജനപ്പെടുത്തുന്നത്, വാട്ടർവേയ്സ്, അതായത് എല്ലാ തരത്തിലുള്ള വാട്ടർവേയ്സിനെയും ലിങ്ക് ചെയ്ത് ഉഡാൻ പ്രോജക്റ്റ് പോലെയുള്ളത്, ടൂറിസം, ട്രാവൽ ടൂറിസം, ഇങ്ങനെയുള്ള എല്ലാ തരവും കൂടെ ചേർന്ന ഒരു സമുദ്ര മിഷനാണ് അദ്ദേഹം. അപ്പോൾ അവിടെ ടൂറിസത്തിന് പ്രാധാന്യമുണ്ട്, മറ്റു തൊഴിലുകൾക്ക് പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരു മിഷൻ സമുദ്ര അദ്ദേഹം വിഭാവന ചെയ്യുന്നു. സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ, അതായത് ഈ മിഷൻ സമുദ്രയോടൊപ്പം തന്നെ മിനറൽ റിസോഴ്സസ് പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ കോർത്തിണക്കി ഒരു തന്ത്രപരമായ ദേശീയ പ്രാധാന്യമുള്ള സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു താല്പര്യം. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് പ്രയോജനപ്പെടുത്തുക എന്ന് വെച്ചാൽ യുവജനങ്ങളെ ഇവിടെ തന്നെ തടഞ്ഞു നിർത്തണം, അങ്ങനെ നിർത്തി അവർക്ക് തൊഴിൽ സൃഷ്ടിക്കണം. അപ്പോൾ അതിനുവേണ്ടി 10,000-ഓളം മൈക്രോ മീഡിയം എൻ്റർപ്രൈസസ്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഇദ്ദേഹത്തിൻ്റെ ബജറ്റ് വിഭാവന ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഈ പറയപ്പെട്ട 5 ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് ഫ്രീ വായ്പയുടെ പ്രസക്തി ഉരുത്തിരിഞ്ഞു വരുന്നത്. അങ്ങനെ ആഗോള തൊഴിൽ മേഖലയെക്കുറിച്ച് പഠിച്ച് കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ, അദ്ദേഹത്തിൻ്റെ മനോരഥത്തിൽ ഉദിച്ചുയർന്ന മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരള നോളജ് വാലി, അതും ഈ കൂട്ടത്തിൽ ഇതിനോടൊക്കെ ചേർന്ന് സവിശേഷമായ ശ്രദ്ധ വാങ്ങുന്ന ഒന്നാണ്. പിന്നെ ഈ യുവജനങ്ങളെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ട്രൈബൽസിനെ സാധാരണ രീതിയിൽ ചേർത്ത് നിർത്തുന്നത് പോരാ എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വയനാട് ട്രൈബൽ സർവകലാശാല, ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റി, ഒരു ട്രൈബൽ മെഡിക്കൽ കോളേജ് വയനാട്ടിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലം. അന്നത് പറ്റിയില്ല. പക്ഷേ അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി തന്നെ അനുവദിച്ചു, അതിപ്പോൾ അവിടെയുണ്ട്. ഈ ട്രൈബൽ സർവകലാശാല ഉരുത്തിരിഞ്ഞു വരുന്നതോടൊപ്പം തന്നെ ആ വയനാട് മെഡിക്കൽ കോളേജും ട്രൈബൽസിന് വളരെ പ്രയോജനകരമായ രീതിയിൽ മെച്ചപ്പെട്ട് ഏറ്റവും നല്ല അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടി വളർത്തിക്കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ട്രൈബൽ സർവകലാശാലയുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ, ട്രൈബൽസിന് പൊതുവെ ഒരു രണ്ടാം തരം പൗരന്മാരുടെ ട്രീറ്റ്മെൻറ്റാണ് സമൂഹത്തിൽ കിട്ടുന്നത് എന്ന് അവരെപ്പോഴും ആകുലപ്പെടാറുണ്ട്. അങ്ങനെ ആകുലപ്പെടുന്ന സാഹചര്യത്തിലാണ് ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റി, സമസ്ത മേഖലകളെയും ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റി വന്നാൽ അവരുടെ എക്സിസ്റ്റൻസ് രൂപാന്തരപ്പെടുത്തി അത് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അപ്പോൾ അത് കയ്യടി അർഹിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ്. കേരളം
ലോകോത്തരമായ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടാണ് കേരളം. ഈ സുഗന്ധവ്യഞ്ജനങ്ങളെ തന്നെ ബ്രാൻഡ് കേരളം മോഡലാക്കി വർദ്ധിപ്പിച്ചെടുത്ത് ആഗോള വിപണി കൈയടക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞല്ലോ 10,000 MSMEകൾ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. ഈ 10,000 മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ വികസനത്തോടൊപ്പം ആ വികസനത്തിൻ്റെ ഭാഗമായിരിക്കും ഈ സുഗന്ധവ്യഞ്ജന വാല്യൂ അഡീഷൻ. അങ്ങനെ രണ്ടിനെയും കൂടി യോജിപ്പിച്ച് ലോക വിപണി പിടിച്ചടക്കാൻ തക്ക രീതിയിൽ ഉള്ള ഒരു സംവിധാനമാണ് മുൻപോട്ട് ബജറ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകിക്കൊണ്ട് ഒരു കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കും, അതായത് ഇൻ്റർനാഷണൽ ഫിലിം സിറ്റി അതുപോലെ കൊച്ചിയിൽ സ്ഥാപിക്കും എന്ന് പറയുന്നുണ്ട്. കൾച്ചറൽ പാർക്കും സ്ഥാപിക്കും. പിന്നെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അതിന് 10 കോടി രൂപയെ ഇപ്പോൾ വക കൊള്ളിച്ചിട്ടുള്ളൂ. പക്ഷേ പിന്നെ ഇൻഷുറൻസ് പദ്ധതി വിപുലമാക്കിക്കൊണ്ട് അത് മുന്നേറുന്ന അതിൻ്റെ വളർച്ചയ്ക്ക് അനുസൃതമായിട്ട് അതിനു വേണ്ടിയുള്ള ഫണ്ട് വകയിരുത്തുന്നതും അദ്ദേഹം ഊന്നി പറയുന്ന കാര്യമാണ്. ഒരു ടൂറിസം ഹബ്ബാണ് കേരളം. കേരളത്തിൻ്റെ GSDPയുടെ ഏകദേശം 12 മുതൽ 15% വരെ ഉരുത്തിരിഞ്ഞു വരുന്നത് ടൂറിസം മേഖലയിൽ നിന്നാണ്. ദാറ്റ് മീൻസ് ധാരാളം ടൂറിസ്റ്റുകൾ, വിദേശ ടൂറിസ്റ്റുകളും ഇന്ത്യൻ ടൂറിസ്റ്റുകളും കേരളത്തിൽ എത്തിച്ചേരുന്നുണ്ട്. നമ്മുടെ പാചക കല എന്ന് പറഞ്ഞാൽ അത് ഒരു ആഗോള പാചക ചാരുതയുള്ള കലയായിരിക്കണം. ചൈനീസ് ഫുഡ് വേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഫുഡ് വേണ്ടി വരും, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ഫുഡ്. അപ്പോൾ അങ്ങനെ ഒരു അത് തന്നെയാണ് പാചക കലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആവശ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ടൂറിസ്റ്റുകൾക്ക് അവർ താല്പര്യപ്പെടുന്ന തരത്തിലുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഫുഡ് തന്നെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഓരോ ഭാഗത്തു നിന്നും ടൂറിസ്റ്റുകളുടെയും താല്പര്യമനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നതും അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യമാണ്.